ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. ഇന്നലെ നമ്മൾ കുറേ കാന്താരിമുളകൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ കാന്താരിമുളകൊക്കെ കവറിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ നമ്മളെ ഗിവ് അവേ വിന്നർ ഇപ്രാവശ്യം ഷെരീഫത്താക്കാണ് ഗിവ് അവേ ഗിവ് അവേ വിന്നറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്താക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. അപ്പോൾ എന്നോട് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ആ കൂട്ടത്തിൽ വെക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിമുളകൊക്കെ പൊതിഞ്ഞൊരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബാക്കിയുള്ള കാന്താരി ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതൊന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം, കുറച്ച് ഉമ്മാക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി വെച്ചു. അപ്പം എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ കുക്ക് ചെയ്തതൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പം ഇനി നമുക്കിതൊന്ന് കൊണ്ടുപോയാണ്ട് കൊറിയർ ഓഫീസ് കൊണ്ടുപോയി പാക്ക് ചെയ്താണ്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു ഫ്രൈ പാനാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് എനിക്ക് ആ ചട്ടി അയച്ചരോ ഈ ചട്ടി അയച്ചരോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ മാസവും ഇതേപോലെ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ മാസം ഓരോരുത്തർക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാർക്കാണ് കേട്ടോ. അതെനിക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ട്. ഇനിയിപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നറുക്കിട്ടിട്ട് അങ്ങനെ ആർക്കാണോ കിട്ടുന്നത് വെച്ചാൽ അവർക്കാണ് അയച്ചു കൊടുക്കൽ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വൈകി കിട്ടോ, എൻ്റെ തിരക്ക് കാരണം അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് അയച്ചു കൊടുത്തിട്ട് തന്നെ ഇനി ബാക്കി കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ എടുത്ത് വാതിലൊക്കെ പൊട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോക്ക് റൂമുക്കും വേണം പോവുക. അപ്പോൾ ഒരു മസാലപ്പൊടികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മസാലയും അതേപോലെ ഗരം മസാല, പിന്നെ നമ്മൾ ഇപ്പം അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ പാലട പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേനോ, ആ ഒരു പാലടൻ്റെ മിക്സ് അതൊരു പാക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് റൂമുക്ക് വന്നതാണ്. അങ്ങനെ അതുമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കൊറിയർ ഓഫീസിൽ പോയിട്ട് അവിടുന്നാണ് കേട്ടോ ഇനി പാക്ക് ചെയ്യുക. ബോക്സൊക്കെ അടക്കൽ അവിടുന്നാണ്. ഈ കാക്കാക്കിന്നെ അറിയാം കേട്ടോ, കാക്കന്നെയാണോ ഒക്കെ ശരിക്കും പാക്ക് ചെയ്ത് തരല്ലേ. ഞാനിങ്ങനെ ബോക്സിലാക്കി കൊണ്ടുവരലുള്ളൂ. ഇനിയിപ്പോൾ ബോക്സ് ഇല്ലെങ്കിലും ചിലപ്പം ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രം കൊണ്ട് പോരും. കാക്കയാണ് പാക്ക് ചെയ്യലൊക്കെ. അപ്പോൾ അത് തൂക്കിയിട്ട് തൂക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ പൈസ കൊടുക്കേണ്ടത്. അങ്ങനെ അതൊക്കെ തൂക്കി അഡ്രസ്സൊക്കെ എഴുതിയൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ മീനൊക്കെ വാങ്ങിച്ചു. ചിലപ്പോൾ മീൻ വാങ്ങാൻ ചെന്നാൽ അങ്ങനെ കുറേ മീനൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പം കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവോലി മീനാണ് വാങ്ങിയത്. പിന്നെ അതേപോലെ ഉപ്പേരി വെക്കാൻ ഒരു കാബേജും കുറച്ച് വെണ്ടയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കൊണ്ടുതാ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയാറിയോ, 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വരാനായി തുടങ്ങി. അപ്പോൾ ഇനി ഒരു വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഓർക്കും കഴിക്കാൻ ഉണ്ടാക്കണം. പിന്നെ അതേപോലെ രാവിലെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർക്ക് ഉണ്ടാക്കി കൊടുത്ത കൂട്ടാനൊക്കെ കൂട്ടിയിട്ടാണ് ഞാനും ചോറ് കഴിച്ചത്. പിന്നെ മീനൊക്കെ ഇപ്പം നന്നാക്കി വെക്കണം. കുളി കഴിഞ്ഞാൽ മീൻ നന്നാക്കാൻ ഭയങ്കര മടിയാട്ടോ എനിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. എന്നാലും പിന്നെ നന്നാക്കാതെ വെയ്യല്ലോ. പിന്നെ ഇതുമ്മ വലിയ പണിയൊന്നും ഇല്ല, എന്നാലും ആവോലി മീനല്ലേ, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീനൊക്കെ വെള്ളമൊഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ചൊക്കെ പുതിർന്നൊക്കെ വരട്ടെ. അതിൻ്റെ ആ ഒരു ചെതമ്പലൊക്കെ എന്നാൽ എളുപ്പം പോയി കിട്ടിക്കോളും. പിന്നെ കുട്ടികൾക്കൊന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നൂഡിൽസും അതേപോലെ തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ചിലപ്പോൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. സവാളയിൽ മുട്ട വഴറ്റിയിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ നൂഡിൽസ് ഇട്ട് വേവിച്ച് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, അതേപോലെ ബീൻസ്, പിന്നെ ചെറിയൊരു കഷ്ണം സവാള, ചെറിയൊരു കഷ്ണം കാബേജൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുത്തു. പിന്നെ ബീൻസ്, അതേപോലെ തന്നെ ക്യാരറ്റ് ക്യാബേജും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നൂഡിൽസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഒരു കഴിക്കും. അത്രക്കും ഇഷ്ടമാണ് കുട്ടികൾക്ക് നൂഡിൽസ്. അപ്പോൾ എപ്പോഴൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കലില്ല, എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെ വാങ്ങും ചെയ്യലുണ്ട്. എന്നാൽ ഇതേപോലെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോളും. സ്കൂളിട്ട് വരുമ്പം തന്നെ നല്ല വിശപ്പേക്കാരം കുട്ടികൾക്ക്. അപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ വഴന്നു വന്നിനി. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് 4 പാക്കറ്റ് ഉണ്ടായിന്. ഞാൻ 3 പാക്കറ്റ് വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. പിന്നെ ചോറിനും തന്നെ കൂട്ടാനും ഇല്ല. രാവിലെ ഒരുക്ക് പോയപ്പോൾ ഉള്ളി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പറഞ്ഞയച്ചേനി.
അപ്പോൾ ഇനി മീനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണേനും. അപ്പം എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കിയാൽ ഒരു വയറ് നിറച്ച് അങ്ങനെ കഴിച്ചോളും. പിന്നെ ഇന്നലെ ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ചോറിന് കറിയും മീനൊക്കെ നന്നാക്കി മീനൊക്കെ പൊരിച്ചെടുക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ നൂഡിൽസ് ഇത് അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നൂഡിൽസ് ഞാൻ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എളുപ്പം പോകും കേട്ടോ, കുറേ സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് വെള്ളം ഏറിയിട്ടുണ്ടോയെന്ന്. വെള്ളം ഏറിയിട്ടൊന്നുമില്ല തന്നെ കേട്ടോ, പാകിനി. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇപ്പം വരും കേട്ടോ, ഉമ്മച്ചിയെ വിളിച്ചാണ്ട് ഉമ്മച്ചിയെ ചായക്ക് എന്താ കടിയെന്ന് ചോദിച്ച്. ചിഞ്ചുമോള് വരണമെങ്കിൽ പിന്നെ കുറച്ച് ടൈം എടുക്കും. ഓള് വരണമെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്നലെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിനി ചിഞ്ചുമോൾ എന്തേ തൃശ്ശൂരിൽ നിന്ന് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഓൾ അവിടുന്ന് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഓളെ പഠിപ്പൊന്നും മുടക്കിയിട്ടില്ല കേട്ടോ. ഓള് ആദ്യം എടുത്തിന് ആ ഒരു കോഴ്സ് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, CMA. പിന്നെ ഡിഗ്രിയും പഠിക്കുന്നുണ്ട്. ഓളെ താല്പര്യത്തിന് തന്നെ നമ്മൾ അവിടെ ഓളെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. തൃശ്ശൂർ എലിംസ് കോളേജിലാണ് ഓൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് അവിടെ പഠിക്കണ്ട, എനിക്ക് എവിടെയെങ്കിലും നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓളപ്പച്ചിയും പറഞ്ഞെന്നാൽ അടുത്ത എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു നോക്കുന്ന, പിന്നെ എന്തായാലും വീട്ടിലേക്ക് വരാമല്ലോ, ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിനി. ഒന്നുമല്ല, ഈ മൂത്രപ്പഴുപ്പൊക്കെ ആയിട്ട് വെള്ളം കൂടി കുറവായിട്ട് ഒരു 3-ാം നിലയിലാണ് ഹോസ്റ്റലിൽ. അപ്പം താഴെ പോയി വെള്ളം എടുത്തോണ്ടുണ്ട്, അതിന് മടിച്ചിട്ട് വെള്ളം കുടിക്കൂല, അങ്ങനെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിനി. അപ്പോൾ പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ ഓളപ്പച്ചിയും കൂടി ഇല്ലാത്തല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയാലും ഞാനിവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായപ്പോൾ അങ്ങനെ ഓളെന്നെ പറഞ്ഞതാട്ടോ, എനിക്ക് ഇനി അവിടെ പഠിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ചേർന്നത്. പിന്നെ നമ്മളെ മക്കളൊന്നും അങ്ങനെ നമ്മളെ വിട്ട് നിന്ന് ശീലമായിട്ടില്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷം തന്നെ ഓൾ അങ്ങോട്ട് മുഴിപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കിനി കേട്ടോ. ഞാൻ കുറേ പറഞ്ഞിനി ഹോസ്റ്റലിൽ പഠിക്കണോണ്ട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലേനി അന്ന്. അപ്പം ഇവിടെ എവിടെയെങ്കിലും കോളേജിൽ പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് അവിടെ കിട്ടിയതും അപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ വാശി പിടിച്ചപ്പോൾ അങ്ങനെയാണ് ചേർത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം മഞ്ചേരിയിൽ ചേർന്ന് ക്ലാസ്സിന് ഈ വർഷം മുതൽ അവിടേക്ക് തന്നെയാണ് പോയിക്കണത്, മഞ്ചേരിക്കാണ് പോയിക്കണത്, അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാനത് വീഡിയോയിൽ പിന്നെ പറയാതെ നിന്നതാണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കണുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അതേപോലെ ഞാൻ 2 പാത്രത്തിൽ ചോറാക്കുമ്പോൾ ഒരു ചോറ് ആയിരിക്കാന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ എന്നിട്ട് ചിലപ്പോൾ ഐഫക്കുട്ടിക്കാണെന്ന് പറയലാണ്. പിന്നെ എനിക്കങ്ങനെ നുണ പറയാനൊന്നും വെക്കൂല, കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിഞ്ചുമോക്കും മഞ്ചുമോക്കും തന്നെയാണ് ഞാൻ ചോറാക്കൽ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓളെ ക്ലാസ്സിനോള് പോകുന്നുണ്ട്. മക്കളെയൊക്കെ പഠിപ്പിച്ച് ഓരോ നിലയിൽ എത്തിക്കണം. നമ്മളെ പോലെ ആവരുത്, ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആവണം, എന്നിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ പഠിച്ചവനും കൂടി അതിനൊക്കെ തുണ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ അല്ലേ. ഞാനിങ്ങനെ കമൻറ്റിൽ ഓരോരുത്തർ ചോദിക്കണതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കണ്ടല്ലോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് നൂഡിൽസും ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കാൻ വേണ്ടി പുറത്ത് പോകുന്നതാട്ടോ. അപ്പോൾ ആവോലി മീനാണ് കേട്ടോ അത്, അതാണ് ഞാൻ വാങ്ങിച്ചത്. ഇന്ന് കുറേ മീനുണ്ട്, കിളി, അതേപോലെ ചെമ്മീനൊക്കെ ഉണ്ട്. നന്നാക്കാൻ മടിച്ചിട്ട് വാങ്ങാതെ തന്നതാണ് ഞാൻ. പിന്നെ ചെമ്മീൻ വാങ്ങിയ വേറെ ഏതെങ്കിലും ഒരു മീൻ വാങ്ങണം, എന്താ വെച്ചാൽ എൻ്റെ റിച്ചുവിന് പറ്റൂല ചെമ്മീൻ. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ നോക്കി വാങ്ങി. അങ്ങനെ അത് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം തിരുമ്മി കഴുകി ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പം അതിന് ഉപ്പുമുളകൊക്കെ തേച്ച് വെക്കാം. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ്ടേ കറി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. കുട്ടികൾക്ക് അതിന് പൊരിച്ച മീനിനോടാണ് ഇഷ്ടം കൂടുതൽ. ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഒരു താളിപ്പ് കറി ആയാലും മതി, മീൻ പൊരിച്ചതാണെങ്കിൽ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ ഓലെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിന്ന് ഇത് പൊരിച്ചെടുക്കാമെന്ന് കരുതി മീനൊക്കെ വരഞ്ഞൊക്കെ കൊടുത്തു. അതേപോലെ പൊരിക്കാനുള്ള മീനിക്കുള്ള മസാലയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. ഇനി തൈരോ നാരങ്ങ നീരോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇന്ന് നാരങ്ങല്ലേ ഇനി, അപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മസാലയൊക്കെ നല്ലോണം ഇതിലൊന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ ചേമ്പിൻ്റെ താള് എടുത്ത് വെച്ചിരുന്നല്ലോ, രാവിലെ പറിച്ചെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കണ്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു കറി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ താള് കറിയാണെന്ന് ആരും പറയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്നിങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട്. ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ, നമുക്ക് കുറച്ച് കറി മതി.
ഈ താളും ചെറുപയറൊക്കെ ഇട്ടിട്ട് തോരനും ഉണ്ടാക്കും കേട്ടോ. തോരൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇത് നല്ലോണം വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിക്ക് തന്നെ ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. വലുതാക്കി അരിഞ്ഞാലും ചെറുതാക്കി അരിഞ്ഞാലും ഒക്കെ ഇത് എളുപ്പം വേവും. അപ്പോൾ ഞാനിതിങ്ങനെ ചെറിയതാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞാണ്ട്. ഇനി നമുക്ക് കാന്താരി മുളക് ഉണ്ടല്ലോ കുറച്ച്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട്. അപ്പോൾ മുളക് പൊടിൻ്റെ എരിവിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 2-3 ചെറിയ ഉള്ളി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അതേപോലെ തന്നെ എന്തായാലും ചേർക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് കറിക്ക്. അതേപോലെ തന്നെ ഞാൻ ഒരു വെളുത്തുള്ളി കേട്ടോ, കുറച്ച് വലിപ്പമുള്ള ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചേമ്പ് ചേന അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാവും. കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഞാനിപ്പോൾ ഇത് മണ്ണിൻ്റെ ചട്ടിക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വേറൊരു കുക്കർ എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ചാണ്ട് ഇതിൽ തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത്. അതേപോലെ കുറച്ച് പരിപ്പൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ പരിപ്പും താളും കൂട്ടിയിട്ടുള്ള കറി അങ്ങനെയാവും. നമ്മൾ മോരുകറിയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ പരിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി പച്ചക്കറികളൊക്കെ വാങ്ങിയാണ്ട് കറി ഉണ്ടാക്കൊന്നും വേണ്ട. ഇടയ്ക്കൊക്കെ നമ്മളെ മുറ്റത്ത് കൂടി നമ്മളെ ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ കിട്ടൂലേ. പക്ഷേ ഫ്രിഡ്ജിലൊന്നും പച്ചക്കറികളൊന്നും ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാണുക. എൻ്റെ കണ്ണിൽ അങ്ങനെയായിട്ട് കാണൽ. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ താളുകറി എന്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം വേവാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് മീനും പൊരിക്കാം. എന്നാൽ പിന്നെ കിച്ചണത്തെ പരിപാടി തീർന്നോളും. ഇതിപ്പോൾ രാവിലെ കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം കുക്കിംഗ് ഒരു പണിയാണ്. അപ്പോൾ താട്ടോ തീക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടി എടുത്തിട്ടേ കുറേ ദിവസം വെക്കണം. ഇനിയിപ്പോൾ അടിയിൽ പിടിക്കുമെന്നൊന്നും അറിയില്ല. മീൻ തിരിച്ചിട്ട് കൊടുക്കും. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടികളെ നമ്മൾ പിന്നെ കഴുകി സൂക്ഷിക്കുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഉണക്കിയിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ ഉള്ളിലാകെ തുരുമ്പ് പിടിച്ചിട്ടേക്കാരം. അപ്പോൾ നമുക്ക് അതിൽ കുക്ക് ചെയ്യാനേ തോന്നൂല. അതേപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയാൽ ഇങ്ങനെ കമിഴ്ത്തിയാണല്ലോ വെക്കുക അങ്ങനത്തെ ചട്ടികളൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ കമിഴ്ത്തി വെക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ തുറന്നാണ് വെക്കൽ. അങ്ങനെ ആകുമ്പം കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് തുടക്കും. എന്നിട്ട് അല്ലെങ്കിൽ ഇനി അടുപ്പത്തൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചാലും അങ്ങനത്തെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവും. അപ്പോൾ പിന്നെ കമിഴ്ത്തി വെച്ചാലും കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ തുറന്നു വെക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തുരുമ്പിച്ചു. അപ്പോൾ മീനൊക്കെ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെമ്പൻ താളൊക്കെ വെന്തിട്ടുണ്ടേനും. അപ്പോൾ അതിക്ക് ഞാൻ തേങ്ങ അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം തിളപ്പിച്ചെടുക്കണ്ട, തിളക്കാൻ അയക്കാതെ അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി തൈരില്ലെങ്കിൽ പുളി പിഴിഞ്ഞിട്ട് വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, പുളിവെള്ളം ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റുമാണ്. അപ്പം നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. തൈര് ചേർത്താൽ പിന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. മൺചട്ടി അല്ല അതിൽ കടന്നിട്ട് ചൂടായിക്കോളും. അപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം കുറച്ച് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലോണം കറിക്ക് ഇറങ്ങട്ടെ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ടായിനും. അപ്പോൾ അതൊക്കെ ആ പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ആവോലി ഫ്രൈ ചെയ്തതും, ആവോലി മാത്രമല്ല കേട്ടോ, വേറെ ചെറിയ 2-3 മീനുണ്ടേനി. അപ്പോൾ അതും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടേനി. അങ്ങനെ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചേമ്പിന്താൾ വെച്ചിട്ടുള്ള മോരുകറി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതിക്ക് ഇതേപോലെ ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഒന്നും വേണ്ട, ഒരു ഉണക്കമീനാണെങ്കിലും നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.